ഹായ് ഗൈസ്, ആദർശാണ്. അപ്പം ഇതെന്താ ഇവിടെ നാട്ടിൽ പോകുന്ന വീഡിയോ ആണ്. സോ ഞാനാണെങ്കിൽ വലിയ പ്ലാനിങ് ഒന്നുമില്ല. നാട്ടിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണ്. സോ പോകുന്ന വഴിക്കെല്ലാം നല്ല ബ്ലോക്കാണ്, അറിയാമല്ലോ. അത് നമ്മുടെ തലശ്ശേരി, കണ്ണൂർ, കാലിക്കറ്റ് റൂട്ട് നല്ല ബ്ലോക്കായിരിക്കും. ഈ പണിയൊക്കെ നടക്കുന്നുണ്ട്. സോ എങ്ങനെയോ തട്ടിമുട്ടി ബ്ലോക്കിനിടയ്ക്ക് നമ്മൾ പോവുക കേട്ടോ. സോ പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. സോ ആലപ്പുഴക്കാർക്ക് അറിയാം, 2018 കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും ഒരു പേടിയാണ് ഈ വെള്ളം വരുമ്പോഴൊക്കെ, മഴ പെയ്യുമ്പോഴൊക്കെ അന്നത്തെ പ്രളയം വരുമോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. സോ പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയുണ്ട്. അപ്പം ഓൾറെഡി ഇപ്പം തലശ്ശേരി എത്തിയായിരുന്നു. തലശ്ശേരി വണ്ടി കുറച്ച് നേരം പിടിച്ച് നിർത്തി ഇന്നത്തെ കാലിക്കട്ട് പോകാമെന്നു. അപ്പോൾ നമ്മൾ കാലിക്കട്ട് വൈകിട്ടൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കാലിക്കട്ട് എത്തിയത്, ട്രാഫിക്കെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം പോകുന്ന വഴിക്ക് തന്നെ അവിടുത്തെ ആറുണ്ട്. സോ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ആണെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ അവിടെ നമ്മൾ ആലപ്പുഴ എത്ര ആണെന്ന്. സോ കാലിക്കട്ട് പറയാൻ വന്ന് കാലിക്കട്ട് എത്തിയപ്പോൾ നമ്മൾ വണ്ടിയൊന്നും ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. സോ അവിടെ നിന്ന് 7 മണിക്ക് വേറെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ഒരു ചിക്കൻ സാൻഡ്വിച്ചും ഒരു കാപ്പിയും കുടിച്ചു. പിന്നെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 7:30 ആയപ്പം വണ്ടി വന്നു. സോ അത് വെളുപ്പിനെ 3 മണിക്കായിരിക്കും എത്തുന്നത് നമ്മളവിടെ. അപ്പോൾ വണ്ടി കിട്ടി, നേരെ വിട്ടു. പോകുന്ന വഴിക്കെല്ലാം മഴ നല്ലപോലെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്ക് മഴച്ചാറ്റലുണ്ടായിരുന്നു. കാരണം പോകുന്ന വഴിക്കെല്ലാം പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അറിയത്തില്ല, ഞാൻ ലാസ്റ്റ് വീട്ടിൽ വിളിച്ചപ്പം മുറ്റത്തെല്ലാം വെള്ളം കയറിയെന്നുള്ളതാണ് വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞത്. സോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു സ്റ്റെപ്പിലടുത്തെത്തി. അപ്പോൾ എൻ്റെ വിചാരം എന്താ വെള്ളം കൂടിക്കൊണ്ടിരിക്കുക, ചെല്ലുമ്പോഴത്തേക്കിനെ വീട്ടിൽ വെള്ളം കയറും എന്നുള്ളതിൽ ഞാനും പേടിച്ചിരുന്നത്. പിന്നെ ഒരു വെളുപ്പിന് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തി, ആലുവ എത്തി. ആലുവയിൽ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ വീണ്ടും ബസ് എടുത്തു. എന്നാൽ കുറച്ച് നേരം മയങ്ങാന്നോർത്ത് മയങ്ങിയപ്പോഴന്നെ നമുക്കെത്തുന്ന സ്ഥലം എത്തി, തിരുവല്ല. പിന്നെ രാവിലെ നല്ല തിരക്കായിരുന്നു, ബസ്സില്ലല്ലോ. രാവിലെ ബസ് കിട്ടി, ഒരു ബസ് കിട്ടി. പോകുന്ന വഴിക്കെല്ലാം വെള്ളം റോഡിൽ. നമ്മുടെ കുറ്റൂർ ആ ഒരു ഭാഗമാണ്. സോ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ആ ടൈമിൽ കാറൊക്കെ പോയി കഴിഞ്ഞാൽ കാറിൻ്റെ നമ്പർ പ്ലേറ്റും ഒക്കെ എന്താ പറയണ്ടേ, വെള്ളത്തിനകത്ത് ഇളകളി പോകുമായിരുന്നു. അതുപോലെ വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ ഇവിടെ അങ്ങനെ വെള്ളം പൊങ്ങി ഞാൻ കണ്ടിട്ടില്ല ഈ കുറ്റൂർ ഭാഗത്ത്. അതെ, നോർമലി നമ്മൾ അവിടെ വെള്ളം പൊങ്ങും. 2018 മുമ്പേ ഞാനിവിടെ അങ്ങനെ വെള്ളം പൊങ്ങി കണ്ടിട്ടില്ലായിരുന്നു. അല്ല, നല്ല വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. സോ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ഒരു വഴിയിലവിടെ എത്തി. സോ ഇവിടെ നോക്കിയപ്പോൾ നല്ല വെള്ളമാണ്. ഇപ്പോൾ രാത്രി വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയും പാമ്പും ചേരൊന്നും അറിയത്തില്ലല്ലോ വന്നു കഴിഞ്ഞാൽ. സോ നേരം വിളിക്കുമ്പോൾ അവിടെ തന്നെ ഒരു കടയിൽ വെയിറ്റ് ചെയ്തു. ഒന്ന് സൂര്യൻ വെളുത്തപ്പോൾ ഞാൻ നേരെ പോയി. പോകുന്ന വഴിക്കാലും മഴ വന്നു കേട്ടോ. ശരി, എന്നാൽ റെയിൻകോട്ട് ഇട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ ചെങ്ങയുണ്ട്, അവൻ ബാംഗ്ലൂരാണ്. സോ അവനാണെങ്കിൽ ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് ഈ മഴയുടെ പ്രശ്നമൊക്കെ വന്നത്. അപ്പോൾ അവൻ ഓർത്തു എന്നാൽ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെയും പോയിട്ട് വരുമ്പോൾ കൂട്ടുകാരെ കാണും സ്കൂട്ടർ കൊണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടി. വെള്ളപ്പൊക്കം വേണ്ട സ്കൂട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളാണെങ്കിൽ നടന്നുകൊണ്ട് വരിക കുട പിടിച്ചുകൊണ്ട്, എന്തായാലും പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. സോ നമുക്കറിയാമല്ലോ, ഫ്രണ്ട്സായിരിക്കും നമ്മളെ മിക്കവാറും വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനൊക്കെ വരുന്നത്. അപ്പം പറഞ്ഞു പകുതി വരെ കൊണ്ടാക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടും കുറച്ച് ദൂരമുണ്ട്, 2 കിലോമീറ്റർ ഡിഫറൻസ് ഞങ്ങൾ തമ്മിൽ. സോ ഇവനിപ്പോൾ എന്നെ വീട്ടിൽ തിരിച്ച് ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും, നല്ല വെള്ളം കയറുമല്ലേ. അപ്പോൾ എന്നാൽ ശരി പകുതി വരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് നല്ല ഒഴുക്കും മഴയെല്ലാം ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ രാത്രിയിൽ വെള്ളം കൂടുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ആ ഒരു നിൽക്കുക അരിയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ചെറിയ ആശ്വാസമായിരുന്നു, കൂടത്തില്ല എന്നുള്ള വിശ്വാസം പിന്നെയും വന്നു. അപ്പം അവൻ പറഞ്ഞു ശരി എന്നാൽ അവനെ പകുതി കൊണ്ടാക്കിയിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോകാം, നമുക്ക് വൈകിട്ട് എല്ലാം ഇറങ്ങാം എന്നുള്ള ഇതിൽ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. കാരണം നല്ല ഒഴുക്കായിട്ട് പതുക്കൽ നടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നടന്ന് എത്തി, പകുതി ഫോണിൻ്റെ ചാർജെല്ലാം തീർന്നു. ശരി, വീട്ടിൽ എത്തി റെസ്റ്റൊക്കെ എടുത്തു. നേരെ അപ്പം എൻ്റെ ഒരു ചിറ്റപ്പനുണ്ട്, പുള്ളിക്കാരനെ കാണാൻ പോകാൻ നിർത്തി. ഇപ്പം എൻ്റെ വെള്ളം കുറഞ്ഞു കേട്ടോ. ഞാൻ വൈകിട്ട് ഇതൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് വെള്ളം ഒന്ന് കുറഞ്ഞായിരുന്നു. എന്തോ ഞാൻ വന്ന പിന്നെ നാട്ടിൽ മഴ പെയ്തിട്ടില്ല, നല്ല ഐശ്വര്യമാണെന്ന് തോന്നുന്നു. പിന്നെ ചിറ്റപ്പനോടൊന്ന് പോയി കാണാൻ ഓർത്ത് വേണം. അവരുടെ വെച്ച് വീടിനോട് പോയി താന്നിട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് സീനാണ്. അപ്പം നേരെ എന്നാൽ ചിറ്റപ്പനെ കാണാൻ വെച്ച് പോയി. അവിടെ കണ്ടപ്പം
അവരവിടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ റോഡിൽ നല്ല എൻ്റെ അരയറ്റം വെള്ളം ഉണ്ടായിരുന്നു. വീടിൻ്റെ അവിടെ സീനൊന്നുമില്ല, അവിടെ അത്ര വെള്ളം കയറിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് ഓർത്തു. കാരണം സന്ധ്യയായില്ലേ, സന്ധ്യ നമ്മളെ തന്നെ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ ഈ പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പ്രശ്നമാണ്. പിറ്റേ ദിവസമായപ്പോൾ വെള്ളമെല്ലാം താന്നു കേട്ടോ. വെള്ളമെല്ലാം താന്നിട്ട് ഞാനപ്പം നേരെ ജോലി സ്ഥലത്തോട്ട് പോയി. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് വീണ്ടും മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ പെയ്തിട്ട് പക്ഷേ പോയ പോക്ക് വീട് തിരിച്ച് വരണമെന്ന് ചിന്തിച്ചു. എല്ലാം കുഴപ്പമില്ല. മഴ ഞാൻ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വിളിച്ചപ്പോൾ നല്ല മഴ വെള്ളം ഫുള്ള് മാറിയെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് നമുക്കറിയാമല്ലോ, മഴ ഇപ്പോൾ പണ്ടൊക്കെ മഴ പെയ്യുമ്പോൾ സന്തോഷമായിരുന്നു. ഇപ്പോഴൊക്കെ മഴയെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളൊരു പേടിയാണ്. വെള്ളം മുങ്ങുമോ, പ്രളയം വരുമോ, എങ്ങനെ ഏതാണ് ടെൻഷനായിരിക്കും. എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. സോ ഇത് വലിയ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം മിക്കതും ടെൻഷനിലായിരുന്നു. വെള്ളം പൊങ്ങോളയിലായിരുന്നു. പിന്നെ ഫോണിൻ്റെ ചാർജറൊക്കെ പോയി. സോ പല ഷോർട്ടേഴ്സും ഇതിൽ കുറവാണ്. പക്ഷേ എല്ലാവരെയും എന്താണ് നമ്മൾ പ്രതീക്ഷ അത്ര അപകടമൊന്നും പറ്റില്ല നമുക്ക്. പെട്ടെന്ന് വെള്ളം താഴുകയും ചെയ്തു. ചിലയിടത്തൊക്കെ വീട്ടിൽ വെള്ളം കയറുള്ളൂ എത്തണം. സോ എനിവേസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്യുക, കമൻറ്റൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പം ഓക്കെ, ബൈ ബൈ.